ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 3-ാം തീയതി. കേരളത്തിലെ ആദ്യ വിശുദ്ധരായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ ചാവറയച്ചൻ്റെയും ഓർമ്മകളുടെ മുമ്പിൽ നമ്മൾ ശിരസ്സ് നമിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് തൻ്റേതായ സംഭാവനകൾ ചെയ്ത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ പ്രശസ്തനായി സഭാതലത്തിൽ ഭാരതസഭയിലെ കേരളസഭയിലെ ആദ്യത്തെ വികാരി ജനറൽ എന്ന പദവിയിലേക്കൊക്കെ ഉയർത്തപ്പെട്ട CMI സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനായ ചാവറപിതാവിനെ നമുക്ക് മറക്കാനാകില്ല. ഈ ചാവറപിതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ഇന്ന്. കർത്താവിൻ്റെ സുവിശേഷം തൻ്റെ ജീവിതത്തിലൂടെ പ്രസംഗിക്കുവാനും അനേകരെ ദൈവിക പദ്ധതിയോട് ചേർത്ത് പിടിക്കാനും ആഗ്രഹിച്ച ഒരു വ്യക്തിത്വം. കേരളത്തിൻ്റെ ഭൂമികയിൽ ക്രിസ്ത്യാനികൾക്ക്, ഏറെ പ്രത്യേകതയോടെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഒരു വേദിക ഒരുക്കി തന്ന ധന്യവിശുദ്ധനാണ് അദ്ദേഹം. പള്ളിയോടൊത്ത് പള്ളിക്കൂടം എന്ന ഒരു വലിയ ആശയം കേരള സഭയ്ക്ക് നൽകിയ ഈ ധന്യവിശുദ്ധൻ്റെ ഓർമ്മയാചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവന രംഗത്തെ ശുശ്രൂഷകൾ, സഭയെ പടുത്തുയർത്തുന്ന കാര്യത്തിൽ കാണിച്ച തീഷ്ണത, ലോകമൊക്കെയും ഒരു പൊന്തിഫിക്കൽ സന്യാസ സമൂഹം എന്ന നിലയിൽ വളർന്ന് വിഖ്യാതമായ CMI പ്രസ്ഥാനത്തെയും കർമ്മലീത്ത സഹോദരിമാരെയും എല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുവാൻ ഈ ദിവസം ഈ ധന്യവിശുദ്ധനിലൂടെ നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ആദ്യത്തെ തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വചനദിനത്തിന് വിഷയമാക്കുന്നത്. അവിടെ നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്നത് സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച്. അഷ്ടസൗഭാഗ്യങ്ങളുടെ വഴികളിലൂടെ ദൈവരാജ്യത്തിൻ്റെ പടിപടിയായ വളർച്ചയിലൂടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്വത്തിലേക്ക് ഒക്കെ ഉയർത്തപ്പെടുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ മനോഹരമായ ചേതോകരമായ ചിത്രം സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഭാരതസഭയെ, പ്രത്യേകിച്ച് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ആ സുവിശേഷ പടികളിലൂടെ നമ്മളെ നടത്തുവാൻ ആദ്യ ചുവടുകൾ വെച്ച, ആദ്യ ചുവടുകൾ ഉറപ്പിച്ച ഒരു ധന്യവിശുദ്ധൻ എന്ന നിലയിൽ ചാവറപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് തേടാം. ആ ധന്യവിശുദ്ധനിലൂടെ നമ്മുടെ കൂട്ടായ്മകൾ കൂടുതൽ ധന്യമാകുവാൻ സാധിക്കും വിധം ഈ സുവിശേഷ ചുവടുകൾ പിന്തുടർന്നുകൊണ്ട് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ. ധന്യവിശുദ്ധനായ ചാവറ കുര്യാക്കോസ് പിതാവിൻ്റെ പ്രാർത്ഥനാ സഹായം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.